ഇന്നലെ കോയമ്പത്തൂരിൽ നടന്നത് നാടകീയ നീക്കം. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. ഇപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് ബിജെപിയുടെ മുൻ അധ്യക്ഷ തമിഴിസൈ സൗന്ദരരാജൻ്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ വനതി ശ്രീനിവാസൻ MLA നേതൃത്വത്തിലുമൊക്കെ വിവിധ ഇടങ്ങളിൽ ബിജെപിക്കാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നു, റോഡുകൾ ഉപരോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു മുന്നണി പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിഷേധം കനക്കും എന്നുള്ള സൂചനയെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ SS ഭാഷയുടെ ഒരു ശവസംസ്കാര ചടങ്ങുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ ഭാഷയെ രക്തസാക്ഷിയായി ചിത്രീകരിച്ച നാം തമിഴർ പാർട്ടി ചീഫ് കോർഡിനേറ്റർ സീമാന്റെ ആ പ്രസ്താവനയ്ക്കെതിരെ അണ്ണാമലൈ രംഗത്ത് വന്നിരുന്നു. 4 വോട്ടിന് വേണ്ടി ഇത്തരം ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കരുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് കോയമ്പത്തൂരിൽ വലിയ പ്രതിഷേധം, അതായത് ഈ ശവസംസ്കാര ചടങ്ങിൽ വലിയ ഒരു ജനക്കൂട്ടം പങ്കെടുത്തിരുന്നു. ഇത്തരം ആളുകളെ പുകഴ്ത്തി രംഗത്തെത്തുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയായിരുന്നു അണ്ണാമലൈ സംഘവും കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിന് സമീപം പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് എത്തി ഈ പ്രവർത്തകരെ പിടിക്കാനായി ഒരുങ്ങിയപ്പോൾ, അവരെ അവിടെ നിന്ന് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അണ്ണാമലൈ തടയുകയായിരുന്നു. അണ്ണാമലൈ പറഞ്ഞത് പ്രവർത്തകരെ തൊട്ടാൽ ആ ഒരു അവസ്ഥ മാറും എന്ന് പറഞ്ഞുകൊണ്ട് അത് തടയാൻ ശ്രമിച്ചു. തുടർന്നാണ് അണ്ണാമലയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ബാക്കിയുള്ള പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥ. അണ്ണാമലൈ മുൻപും പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ തൊട്ടാൽ, അതായത് തന്നെയോ തൻ്റെ പ്രവർത്തകരെ തൊട്ടാൽ പലിശ സഹിതം തങ്ങൾ തിരിച്ചു തരും, അതിനുള്ള ധൈര്യം സ്റ്റാലിനില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവ് കൂടിയാണ്. ഏതായാലും പ്രവർത്തകരുടെ ദേഹത്തേക്ക് പോലീസ് കൈവക്കാൻ ഒരുങ്ങുമ്പോഴാണ് അണ്ണാമലൈ അത് തടയുകയും അതൊരു ചെറിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്ത് തുടർന്ന് അണ്ണാമലയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ തമിഴ്നാട്ടിലുടനീളം BJP ആഹ്വാനം നൽകി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.